ഹലോ ഗായ്സ്, ബിജു അമൃത വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുമ്പോൾ വേറെ നല്ല ക്രിസ്മസ് ഒക്കെ വരുമല്ലോ. അപ്പം എല്ലാ വീട്ടിലും പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കച്ചി വെച്ചല്ല, പുല്ല് വെച്ച് പുൽക്കൂട്. നമുക്ക് കുഴിയെടുക്കാം. കുഴിയോ? അതെ 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 അതെ. പുൽക്കൂട് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് നമ്മൾ സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ കുഴി എടുത്തിട്ട് പുൽക്കൂട് ചെയ്യാം. കുഴി എടുക്കുവാന്നല്ലേ? കുഴി എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. 4 എടുത്തായിട്ട് നമ്മളിവിടെ 4 കമ്പ് വെക്കുക. പുൽക്കൂടിന്റെ കാര്യങ്ങൾ ആരും കുഴിക്കതെല്ലാം മണ്ണ് വരിയിടുന്നു. കമ്പിട് കമ്പിട്. അടുത്ത നമ്മളെ കമ്പിടാൻ പോവാണ്. കമ്പ് 4 കമ്പ് ഇവിടെ. അവിടെ ഇടുവാ. അവിടെ ഇടും. ഫസ്റ്റ് കമ്പ് ഇട്ടൊക്കെയാണ്. ഞങ്ങള് മാത്രമല്ല, ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് 2 പേരും കൂടി ഉണ്ട്. കണ്ടോ, ഞങ്ങളുടെ കൂടെ ഇന്ന് കെട്ടാൻ വേണ്ടി വന്നേ. അവനവിടെ ചെയ്യുക അടിപൊളിയായിട്ട്. നിങ്ങളെല്ലാരും പുൽക്കൂട് കെട്ടണം. നമ്മളെ ഈ കമ്പ് മുറിക്കാൻ പോവാണ്. പുൽക്കൂടിന് കമ്പ് ഒരേ ലെവലിൽ കമ്പ് വേണ്ടായോ. അപ്പൊ 4 എടുത്തായിട്ട് ആ രീതിയിലാണ് പുൽക്കൂട് ഉണ്ടാക്കാൻ. അപ്പൊ എന്റെ ചേട്ടനോടെ കമ്പ് മുറിച്ചുകൊണ്ടിരിക്കുക. നോക്കിക്കോ കിച്ചിട്ടോ. അവനിവിടെ മണ്ണിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. കമ്പിട് എല്ലാം വേഗം ഷടപടേന്നായിക്കോട്ടെ. എന്റെ പൊന്നു എന്നെ വാശി വരുന്ന അല്ല, ഒരു ലെവല് വരാതിരിക്കാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ്, അതിൻ്റെ എൻഡിലെ പുൽക്കൂടാണ് കാണേണ്ടത്. അതാണ് പൊളി. ഇനി നമ്മളാ ഈ ഭാഗത്ത് ഇപ്പൊ ഞങ്ങളാണ് പോകുന്നത്. ആദ്യം പുൽക്കൂടിനെ തളർത്ത് വിട്ടത് എന്താ പുൽക്കൂടിന്റെ ഇവിടെ നല്ല തകർത്ത് നടക്കുന്നുണ്ട് പുൽക്കൂടിന്റെ പരിപാടികള്. നമ്മുടെ 2 അസിസ്റ്റൻസ് കൂടെ ഉണ്ട്. അവര് കൊറോണയൊക്കെ ആയതുകൊണ്ട് മാസ്ക് വെച്ചോണ്ട് പുൽക്കൂട് പണിയെത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തേലൊക്കെ പറ, ചുമ്മാ ഇങ്ങനൊന്നും പറയാതെ ഇങ്ങനെ പുൽക്കൂട് പണിയാലോ. എന്തോ പറയാനോ ചെയ്യണമെന്നൊക്കെ പറയാം. ഹായ്, പുൽക്കൂടിന് പോച്ച ചെത്താൻ പോവാണ്. പോച്ചെത്തിട്ട് വരാം. പോച്ച കാണുമോ? കച്ചിപ്പോച്ച ഇല്ലല്ലോ. കച്ചിപ്പോച്ചല്ലേ പുല്ല വേണ്ടല്ലേ. അയ്യോ, ആ പുല്ല് എത്തിയാലോ. പോച്ച വേണ്ടടാ. പോച്ച പോച്ച നോക്കി പോയിട്ട് കണ്ടതിലെ പോച്ച കമ്പ. നീ എന്തൊക്കെ വേണം ഇവിടെ. എന്തോ പറയാ, കമ്പൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. നീ പോച്ച പറ്റുമോ? നമുക്ക് ഈ പോച്ച പറ്റുമോ? അത് വേറെ പോച്ച എടുക്കണോ? ഈ പോച്ച വേറെ പോച്ച.
നമുക്ക് അവിടെ പോച്ചിട്ട് വരാം. എല്ലാം കൂട്ടിയിട്ടേക്ക് വന്നത് എല്ലാം പോകാനൊക്കെ പോച്ചേത്താൻ വരുമായിരിക്കും ഇവിടെ ചെയ്യാനുള്ളത്. അത്യാവശ്യം മോചയില്ല, നമ്മൾ പോച്ചയ്ക്ക് വേണ്ടി നടക്കണം ഇവിടെ എല്ലാം. ഇനിയിപ്പോൾ ഞാനൊക്കെ എത്താം അവളെ ഇറക്കണ്ട വെറുതെ. എന്തിനാ നീ പിടി, ഞാൻ ഇറങ്ങി എത്താം. അങ്ങനെ എനിക്ക് പകരം എന്നെ ഇറക്കണ്ടെന്ന് കരുതി എൻ്റെ ചേട്ടൻ എനിക്ക് വേണ്ടി പോച്ച ചെത്താൻ പോവാണ്. ചെറിയ പോച്ച നോക്കിയെടുക്ക ഏറ്റവും ഇതാണ് നൈസ് എന്നാണ് പറയുന്നത്. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി. നോക്കണേ, ചീക്കൂടെ ഉണ്ടാക്കാൻ പോയി അരിച്ചെണ്ട് കാലേ കടിക്കല്ലേ ചേട്ടാ. പോടെ, ഞാൻ അങ്ങനെ പറയുവോ? എന്താണ് കഴിച്ച എൻ്റെ ഭർത്താവിനെ ഞാൻ അങ്ങനെ പറയുവോ? പോച്ചണ്ടാ, പക്ഷെ നൈസ് പോച്ചയാണ്. എന്ന് വെച്ചാൽ നല്ല അടിപൊളി പോച്ച കേട്ടോ. അതിൻ്റെ പച്ച കളർ ചിലയിടത്ത് മഞ്ഞയും പച്ചയും കൂടിയൊക്കെ ഒരുമാതിരി ഉണങ്ങിയ മാതിരി പോച്ചയില്ല. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല, കൊള്ളാം, നല്ല പോച്ച. അവർക്ക് പോച്ച വേണമെങ്കിലും ഇവിടോട്ട് വന്നാൽ മതി, നല്ല ശുദ്ധമായ പോച്ച കിട്ടുന്നതാണ്. കുടുംബം പോച്ച. കണ്ട ഇത്ര ഇടം നല്ല വൃത്തിയായി. എൻ്റെ ചേട്ടൻ പോച്ച പിച്ചിപ്പിച്ചിപ്പിച്ചാണ് ഇത്ര ഇടം വൃത്തിയായിട്ടോ. ഞാൻ താഴായിട്ട് പോകാൻ കുഴിയാണെന്ന് തോന്നുന്നു. വീച്ചേട്ടനെ ഒരു പോച്ചയാ. ഇത് പിടിച്ചിട്ടില്ലേ? ഡാ, ഇത് ക്യാമറ പിടിക്കാത്തോണ്ടാ നിന്റെ കുഴപ്പം. നിനക്ക് ക്യാമറ പിടിക്കാൻ അറിയത്തില്ല നിനക്ക്. നീ എന്ത് ഇങ്ങനെ പിടിക്കുന്നത്? ഞാൻ ചേട്ടൻ പോച്ച ചെത്തുന്നു. അവിടെ പോകുന്നുണ്ടോ? കുട്ടമാക്കളി പോകുന്ന കൂട്ടല്ലേ എൻ്റെ ചേട്ടൻ പോകുന്നത് വെള്ളത്തിനകത്തൂടി. എന്താ അല്ല, അവിടെ കണ്ടില്ലേ, അവിടെ ഞങ്ങൾ സ്വന്തമായിട്ട് കുത്തിയ കുളമാണ്. ഞങ്ങൾക്കാണേലേ ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു കുളമുണ്ട്. അവിടെ എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. അവിടെ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയിട്ട് അവർ ഞങ്ങൾക്ക് മീൻ തന്നില്ല. എന്ന് വെച്ചാൽ ആ കുളത്തിൽ മീൻ ഇടണ്ടാന്ന്, ചൂണ്ട ഇടണ്ടാന്ന് പറഞ്ഞു. അത് ഞങ്ങൾ സ്വന്തമായിട്ട് കുത്തിയ കുളമാണ്. ഇതോ ആ കാണുന്നത്, ഇതാ കാണുന്നത്. ആ, ഈ കുളം കുത്തിയതിൻ്റെ കാര്യസ്ഥൻ വരുന്നുണ്ട്. ദൂരമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ദോണ്ട കേട്ടാ, ദൂരമായിട്ട് അവിടെ നിൽപ്പുണ്ട്. നമ്മൾ എങ്ങനെയാണ് പോച്ച പിച്ചുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കാൻ വരുന്നതാണ്. ഞാൻ പോച്ച ചുറ്റുന്ന പോച്ചക്കാര്. കാലൊക്കെ തേച്ച് കഴുകാതെ ഇനി പെരക്കകത്ത് കയറണ്ട. പിന്നെ ഈ അഴുക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പോച്ചയും പറിച്ചിട്ട് ചേതനിന് കയറണ്ട. അജ്ജി, എന്താണിത്? അല്ലേ, ഇതിനു മുമ്പ് പോച്ച ചെത്തി നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്നാ വേഗത്തിലാണ് ചെത്തുന്നത് കണ്ടോ. ഞാനായിരുന്നെങ്കിൽ ഇപ്പം എങ്ങുണ്ടാ ഇത്രയും പോച്ച ഇപ്പം ചേട്ടൻ പിച്ച് ചെയ്താൽ. ഞാനാണെങ്കിൽ ഇത്രയും പോലും പോച്ച വരുത്തില്ലായിരുന്നേ. ആണ് എന്നെ കളിയാക്കിയ ഒരാളിതോ അവിടെ നിന്നോട് ചിരിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? അതുകൊണ്ട് അവിടെ എന്നെ ഇരുന്ന് കളിയാക്കുകയാണ്. അവിടെ നിന്ന് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പക്ഷെ അതൊന്നും കാര്യമായിട്ട് എടുക്കത്തില്ല. പോച്ച ചെത്തുന്നതിൻ്റെ വേഗത ഒന്നും കൂടി കൂടിയിട്ടുണ്ട്, സ്പീഡിലാക്കുന്നുണ്ട്.
മോളെ ഇതിന്റെ വൃതമാണ് എല്ലാവർക്കും. വിജയമോ? ഓക്കെ. പുലിക്കൂട് കെട്ടാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ചാക്കനുണ്ട്. അവൻ ജില്ല അടിച്ച പോലെ പുലിക്കൂട്. ഈ മണ്ടയൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് വെക്കണം. അതെ 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 ക്ലിയർ ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലിയർ ചെയ്ത് വെക്കണം, എന്നെങ്കിൽ അതിന്റെ ഒരു ഭംഗിയാണ്. ഇവിടെ കൂടി സെറ്റ് ചെയ്യാവോ? സെറ്റ് ചെയ്യാം. വള്ളിപ്പോ ചെയ്തതില്ല, മുളകൻ്റെ കൂടെ കേൾക്കുന്നത് വള്ളിപ്പോച്ച. എന്ത് പറയാനാന്ന് പറ. ഇതാ ഇതിനകത്ത് നമുക്ക് ഇനിയില്ലേ, ഇത് കണ്ടോ, ഇതിനകത്ത് ഇതെല്ലാം ഇനി നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെല്ലാം ലെവൽ ചെയ്യണം. ഇതിനകത്തെന്ന് വെച്ചാൽ നമുക്കൊരു തട്ടാണ്. ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കും അല്ലേ, അതിനെന്തെങ്കിലും അറിയത്തില്ല. ഈ ഇവിടെ കുറേ സാധനം ഇല്ലേ, ഓരോരുത്തരെ ഇങ്ങനെ വെക്കത്തില്ലേ, അവരെ ഇങ്ങനെ വെക്കും. പിന്നെ അടിയെല്ലാം അങ്ങനെ ഫിനിഷ് ചെയ്ത് ക്ലിയർ ചെയ്യണം. പിന്നെ നാളെ നമുക്ക് സൈഡ് മറ്റേ ഇത് വെച്ചിട്ട് മെടഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യണം എല്ലാം. ഇവിടെ ഇങ്ങനെ അടിവശം എല്ലാം അങ്ങനെ ലെവൽ ചെയ്യുകയാണ്. അടിവശമൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ പക്ക സാധനമായിരിക്കും, പക്ക സാധനം. മണ്ടവശത്തിൻ്റെ നമ്മുടെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്യണം, എന്നാലും അതിൻ്റെ ഒരു ഭംഗിയാണ് തോന്നുന്നു. എല്ലാവർക്കും ചെയ്യാം ഇത്. എല്ലാവരും കണ്ടെത്തി ഇറങ്ങി ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി എന്നുള്ളൂ. കണ്ടെത്തി ഇറങ്ങി പുല്ല് എത്തിയെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എളുപ്പപ്പണിയല്ലേ, നമുക്ക് കച്ചിയല്ല. എല്ലാവരും കച്ചി വെച്ച് ഉണ്ടാക്കുന്നത്. കച്ചി വെച്ച് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. കച്ചി വെച്ച് ഉണ്ടാക്കി എന്താ പറയുന്നത് വെച്ചാൽ, കച്ചി എന്ന് പറഞ്ഞാൽ എന്തുവാ, കച്ചിക്കൂടെന്ന് ആരെങ്കിലും പറയും, അങ്ങനെ പറയത്തില്ല. പുല്ലിന് പുൽക്കൂടെന്ന് തന്നെ ആ പുല്ലെന്ന് പറയുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ ഇനി ലെവൽ ചെയ്യണം ഇതെല്ലാം. പോറ്റ